നമുക്ക് ആദ്യം തന്നെ പോസിറ്റീവ് പറഞ്ഞു തുടങ്ങാം. സോ പോസിറ്റീവ് ഒന്നെന്ന് വെച്ചാൽ നമുക്ക് 6 ഫോറിൻ പ്ലേസിനും സ്റ്റാർട്ടിൽ നമ്മൾ ഇറക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നമുക്കറിയാം ISL 4 ഫോറിൻ പ്ലേസിന് ഇറക്കാൻ പറ്റുള്ളൂ ഒരേ സമയം സ്റ്റാർട്ടിൽ ലെവലിൽ. ഇവിടെ വരുമ്പോൾ 6 പ്ലേസിനും ഇറക്കാൻ സാധിക്കും. രണ്ടാമത്തെ പോസിറ്റീവ് പോയിന്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇനഫ് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് അവിടെ ISL നോക്കൗട്ട് മത്സരങ്ങളും സെമിഫൈനലൊക്കെ നടക്കുമ്പോൾ തന്നെ നമ്മൾ ട്രെയിനിങ് തുടങ്ങിയിട്ടുണ്ട്. സോ ഇപ്പോൾ ISL കഴിഞ്ഞ് ഓൾമോസ്റ്റ് 1 വീക്ക് ആകാറായി. ഇനഫ് ടൈം കിട്ടിയിട്ടുണ്ട്. സോ ഇനി ട്രെയിനിങ് കിട്ടില്ല എന്നൊരു എക്സ്ക്യൂസ് ഇവിടെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഇനി നെഗറ്റീവ് പോയിന്റ്സ് എവിടെയാണ്? നമുക്കറിയാം ഡേവിഡ് കറ്റാല എന്ന കോച്ച് യൂറോപ്പിന്റെ പുറത്ത് ഇതുവരെ കോച്ച് ചെയ്തിട്ടില്ല. അതുകൂടെ ഓൾമോസ്റ്റ് 5 വർഷം മാത്രമാണ് ഇതിന്റെ കോച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളത്. സോ ഇതെല്ലാം കൂടെ എങ്ങനെ പെട്ടെന്ന് വന്ന് ഇന്ത്യയിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യും? അത് നെഗറ്റീവ് എന്ന് പറയാൻ കാരണം നമ്മുടെ ടീമിനെ മനസ്സിലാക്കാനും നമ്മുടെ പ്ലേസിനെ മനസ്സിലാക്കാനും ഒരു മാസം സമയം മതിയായിരിക്കും. ബട്ട് ഓപ്പോസിറ്റ് ടീമിന്റെ പ്ലേസിനെ നേരിട്ട് കണ്ടിട്ടില്ല, മിണ്ടിയിട്ടില്ല, അവരുടെ ഗെയിം സ്റ്റൈൽ അറിയത്തില്ല. അങ്ങനെ ഒരു കോച്ചാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. സോ എന്തുമാത്രം ഓപ്പോസിറ്റ് ടീമിനെ അനലൈസ് ചെയ്യും, അവരെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന കാര്യം നമ്മൾ കളി കണ്ട് തന്നെ അറിയണം. ഈ കോച്ചിന്റെ സിഗ്നേച്ചർ ഞാനിവിടെ വന്നിട്ടുണ്ട് എന്നൊരു തെളിയിക്കേണ്ട ഒരു ആവശ്യം ഡേവിഡ് കറ്റാലയ്ക്കുമുണ്ട്. ഞങ്ങൾ ചെയ്ത തീരുമാനങ്ങളൊന്നും തെറ്റിയിട്ടില്ല, ഞങ്ങളൊരു പോസിറ്റീവ് കാലാണ് മുമ്പോട്ട് വെച്ചിട്ടുള്ളതെന്ന് തെളിയിക്കാൻ വേണ്ടി നമ്മുടെ ചാറ്റർജിക്കും അതുമല്ല നമ്മുടെ കരോൾസ് ഗിൻഗിസിനും എല്ലാത്തിനും ഒരു ഉത്തരവാദിത്വം കൂടെ ഉണ്ട്.